ഇവർ എല്ലാ തരത്തിലുമുള്ള റെക്കോർഡുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഇവരുടെ ആധാർ കാർഡ് ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവരുടെ ആധാർ കാർഡ്, അതായത് ഇതാണ് ഇവർ ആദ്യമായിട്ട് എടുത്ത ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് എടുക്കുന്നത് ഏകദേശം 7 വയസ്സുള്ള സമയത്താണ്. ഇവർ പറയും പ്രകാരം ഈ പറയുന്ന ആധാർ കാർഡ് തിരുത്തിയിട്ടാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയത്. ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള സമയത്ത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരാ പറഞ്ഞു കൊടുക്കുക? ഇവരുടെ ഫാദർ തന്നെയല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവരുടെ പാരൻസ് അല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം എടുത്ത ആധാർ കാർഡ് എന്ന് പറയുന്നത് 2015 ഇഷ്യൂ ചെയ്ത അപ്ഡേറ്റഡ് ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് ഈ ആധാർ കാർഡാണ്. ഈ പറയുന്ന 2 ആധാർ കാർഡും വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് അതിനുശേഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അതിനുശേഷം വന്നിരിക്കുന്ന പാൻ കാർഡാണ്. 2026 വന്നിരിക്കുന്നത്. ഈ പാൻ കാർഡ് എടുക്കുമ്പോഴും വന്നിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന 1/1/2008 ആണ്. അതിനുശേഷം അവരുടെ ആദ്യത്തെ ബേസ് ഡോക്യുമെന്റ് നോക്കാം. ബേസ് ഡോക്യുമെന്റിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതാണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ബർത്ത് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായി 1/1/2008 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിൽ ആധാർ നമ്പർ എന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആധാർ നമ്പറാണ് ഫസ്റ്റ് ആധാർ കാർഡ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പറാണ് ഈ കുട്ടി ഈ പറയുന്ന 7 വയസ്സുള്ളപ്പോൾ എടുത്ത ആദ്യത്തെ ആധാർ കാർഡ് കാണുന്ന നമ്പർ. അതിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ എങ്ങനെ ഈ പറയുന്ന റീസെന്റ് എടുത്ത 2025 എടുത്ത ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന ഡേറ്റ് വരും? ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു, അതായത് ആ കുട്ടിയുടെ ബ്രദറിന്റെ ഹോസ്പിറ്റലിൽ ജനിച്ച റെക്കോർഡിനകത്ത് തിരുത്തൽ വരുത്തിക്കൊണ്ടാണ്. അതിന്റെ ഏറ്റവും ആ പറയുന്നതിനകത്തും വരുന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ID ഇത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കുട്ടിയുടെ പേര് എൽട്രൽ ഇതിനകത്ത് വന്നിട്ടതാണ്. ഈ 18 വയസ്സാവാത്തൊരു കുട്ടിയുടെ പേരെങ്ങനെയാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ വരിക? ആ കുട്ടിയുടെ വോട്ടർ ID ആണിത്. ആ വോട്ടർ IDയിൽ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഏജ് എത്രയാന്നുള്ളത്. അതും പറയുന്ന 1/1/2008 പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് സമഗ്ര പോർട്ടലിൽ നിന്നുള്ളതാണ്. സമഗ്ര പോർട്ടലിൽ നിന്നുള്ള ഈ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഈ റെക്കോർഡിന്റെ അടുത്ത പേജിൽ വരുന്നത്, ഫസ്റ്റ് പേജിൽ കാണുന്നത് മോണോലിസയുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ മോണോലിസയുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് 1/1/2009. അത് 1/1/2008 എന്നുള്ളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് 1/1/2009 ആക്കി മാറ്റിയിരിക്കുന്നു. അത് കൊടുത്തിരിക്കുന്ന കൺസേൺ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന 20/5/2025 20/5/2025 ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് 2008 എന്നുള്ളത് 2009 ആക്കി തിരുത്തി. അതിന് തൊട്ട് താഴെ വരുമ്പോൾ ആ കുട്ടിയുടെ ബ്രദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആ കുട്ടിയുടെ ബ്രദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 2009 ആയിരുന്നത് 2008 ആക്കി മാറ്റി. അപ്പോൾ ഇതിനകത്ത് അനിയൻ ചേട്ടനായി, ചേച്ചി അനിയത്തിയാക്കി മാറ്റി. ഈ ഫാബ്രിക്കേഷനാണ് കൃത്യമായി നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നത് 30/9/2008 എന്തോ ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് പുതുതായിട്ട് പറയുന്നത്, ഫാബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ആധാർ കാർഡിനകത്തൊരു ഫാബ്രിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ആധാർ കാർഡിനകത്തൊരു കറക്ഷൻ ഈ 2025 പറയുന്ന ഡോക്യുമെന്റ് പ്രകാരം കറക്റ്റ് ചെയ്തതാണെങ്കിൽ അത് ആധാർ കാർഡിനകത്ത് റിഫ്ലക്ട് ചെയ്യും. വേറെ ഏത് ഡോക്യുമെന്റ് എടുത്താലും, കാരണം ഇപ്പോൾ ആധാർ കാർഡുമായിട്ട് എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആധാർ കാർഡിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, അതിലിപ്പോൾ പുതിയൊരു പാൻ കാർഡ് എടുക്കാൻ വന്നാലും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ കറക്ഷൻ അതിനകത്ത് കാരണമല്ലേ. പാസ്പോർട്ട് എടുത്തു, പാസ്പോർട്ടിനകത്തും ഇതാണ്. റീസെന്റ്ലി ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ അച്ഛന്റെ പേരിലും എടുത്തിരിക്കുന്ന ജോയിന്റ് അക്കൗണ്ടിനകത്തും ബാങ്കിന്റെ ജോയിന്റ് അക്കൗണ്ടിനകത്തും അവർ തന്നെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 11-ാം തീയതി ഇവിടെ നിന്ന് ഈ അച്ഛൻ ഉപേക്ഷിച്ച് പോയതിന് ശേഷം എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ മാറ്റം വരിക? അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് വരണ്ടല്ലേ? അതിനു മുമ്പ് വന്നിട്ടില്ല. അതിനു മുമ്പ് വരാതിരിക്കുന്നതിനുള്ള കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ, ഇപ്പോൾ കുട്ടി തന്നെ പറഞ്ഞതാണ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ലക്ഷ്യം. അല്ലാതെ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിയെന്നോ അല്ലെങ്കിൽ ഇവർക്ക് 18 വയസ്സായെന്നുള്ളതല്ല.
അത് കൂടാതെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ കുട്ടി ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ഇവർ കൃത്യമായി ഇവിടെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ കൂടി ഇപ്പോൾ തീരുമാനമാവുന്നു, ആ കാര്യത്തിൽ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. കൃത്യമായി കാര്യങ്ങൾ രേഖാമൂലം അവതരിപ്പിച്ചതിന് ശേഷവും ഒറിജിനൽ രേഖ അതല്ല എന്ന് പറഞ്ഞ് ഫാബ്രിക്കേറ്റ് ചെയ്ത് പ്രായപൂർത്തിയായ കുട്ടിയെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി നടക്കുന്നത് മാത്രമാണിത്. അല്ലാതെ ഈ കുട്ടിയുടെ ഏജ് തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റുകളെല്ലാം ഇവരുടെ കൈവശമുണ്ട്. അതൊന്നും കണക്കിലാക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ 164 കൊടുക്കാൻ വേണ്ടി ഒരു കേസുണ്ടല്ലോ, ആ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവിടെ ഈ കുട്ടിയുടെ പ്രായപൂർത്തിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടന്ന് തുടങ്ങിയതിന് ശേഷം ഇവിടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനിൽ വിളയിൽ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായി അയാളുടെ രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അതിൽ ഈ കുട്ടി ലവ് ജിഹാദിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ട്രാപ്പ് ജിഹാദിന് ശേഷം വരുന്നതാണ്. ട്രാപ്പ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സെക്ഷലി കുട്ടികളെ അബ്യൂസ് ചെയ്തതിന് ശേഷം മയക്കുമരുന്ന് കൊടുത്ത് ആ കുട്ടികളെ ലവ് ജിഹാദിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളാണ്. ഇവരുടെ ഹസ്ബൻഡിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. ഇത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ശ്രമത്തിനെതിരെയാണ് അതും ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ് ഒറിജിനൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി. അത് സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഫിലിമിന്റെ ആദ്യത്തെ ഡയറക്ടറാണ്. ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഫിലിമിന്റെ ഡയറക്ടറാണ്. ആ ഡയറക്ടർ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് കൊടുത്ത പരാതിയാണ്. ആ കാര്യം ആ കുട്ടി ഇവിടെ ആദ്യം കേരളത്തിൽ വന്നപ്പോൾ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് യാതൊരു നടപടി ഉണ്ടായില്ല. അത് അന്ന് പരാതിയായിട്ട് കൊടുത്തില്ല, പക്ഷെ അന്ന് പറഞ്ഞു. പക്ഷെ ഈ പരാതി ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്.